അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലല്ലോ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രാവിലത്തേന് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കുറുമയും പിന്നെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് തുടങ്ങിയിട്ടാണ്. പിന്നെ ഞാൻ ഈ സ്റ്റെപ്പും വഴിയും പേരും കൂടിയൊക്കെ കാണിച്ചു തരുന്നതെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായ? എന്തായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ആദ്യം നിന്നിരുന്ന പെരയും കൂടിയിട്ടാണ്. പിന്നെ ഈ മൂച്ചി ഇതൊക്കെ കണ്ടു, അതൊക്കെ ഞങ്ങൾ ഈ പെര വെക്കണമെന്ന് ചെറിയ തൈ ചെയ്യുന്നിട്ടാണ്. ഇപ്പം മാഷാ അല്ലാഹ് വലിയ മരങ്ങളൊക്കെ ആയിക്കണിട്ടാ. പിന്നെ ഞാൻ ഈ കാണിച്ചു തരുന്നത് എന്താന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിട്ടാ. ഇതിന്മേൽ സപ്പോട്ട മരം, അതുപോലെ ഈ ഓറഞ്ചിൻ്റെ മരം, ഓറഞ്ച് നാരങ്ങ എന്നൊക്കെ പറയാം. ഇതൊക്കെ ചെറിയ ചെറിയ തയ്യാളിന്നിട്ടാ. ഞങ്ങൾ പിന്നെ പെര വെക്കും എന്നിട്ടാ പെരയിൽ ഇതേമാതിരി എൻ്റെ ഇപ്പം 2 കൊല്ലം കൊണ്ട് കഴിച്ചിന് ഓരോ ഫ്രൂട്ട്സുകളും അതും ഇതൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ അത് ഉപകാരം ഉണ്ടാവുക ആ പെരയും കൂടി വേങ്ങണം ഒരു കേൾക്കാനട്ടാ. അതേ ഒരു അവസ്ഥ തന്നെ കേട്ടോ ഇതും. ഞങ്ങളുള്ള ടൈമിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിന്നിട്ടാ. പക്ഷെ എത്ര തോനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അന്ന് അത് ചെറിയ തയ്യേന്ന് വലിയ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും മാഷാ അല്ലാഹ് നല്ല വലിയ തൈകളൊക്കെ ആയിട്ട് നിറച്ചുണ്ടായിരുന്നു ടൈം. ഓറഞ്ചായിട്ടും സപ്പോർട്ടായിട്ടും മാങ്ങ ഇങ്ങനെ, അതായത് നമ്മൾ മാങ്ങക്കാലൊക്കെ വരുമ്പോൾ നല്ല മാങ്ങ ഉണ്ടാവും കേട്ടോ അവിടെ. എന്തായാലും ഈ സ്ഥലം നിൽക്കുന്നത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. അത് ഇപ്പോഴത്തെ പെര നിൽക്കുന്നതും ആദ്യം നിന്ന പെരക്ക് അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ ആദ്യത്തെ പെരയുടെ ബാക്കിൽ ഫുള്ള് ഡബ്ബറും കാടാട്ടാ. ഇപ്പം നിൽക്കുന്നത് ഒരു കാട്ടിലാട്ടാ. കാട് പറഞ്ഞ ഒരു കുന്നിൻ്റെ മേലെ പെര വെച്ചത് അത് തന്നെ കേട്ടോ. കുന്ന് നിരത്തിയിട്ട് പെര വെച്ചതാട്ടാ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ ഫസ്റ്റത്തെ പെര ഡബ്ബറും കാട്ടിലായിട്ടും പോയി, രണ്ടാമത്തെ പെര കാട്ടിലായിട്ടും പോയി, അങ്ങനെ പറയണ അതിൻ്റെ ഒരു ഒത്ത്. പക്ഷെ എന്തായാലും ആദ്യത്തെ പേരും കൂടി നിൽക്കുന്ന അവിടുത്തെ അയൽവാസികളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ സ്വന്തം പെരക്കാരെ മാതിരി ചെയ്തിട്ട് അതായത് നമ്മളെ മക്കളായിട്ട് അങ്ങനെ കേട്ടോ കണ്ടി. ഞങ്ങൾ പിന്നെ ചെറുപ്പം മുതൽ അവിടെ വളർന്നു വന്നുകൊണ്ടും ഇപ്പോഴും ഓരോട് ആ സ്നേഹം കടപ്പാടൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു കാലം, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ പൊളിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഓറഞ്ച് നാരങ്ങ എന്നൊക്കെ, അതാട്ടോ. അത് തൊളിച്ചുമ്പോൾ ഓറഞ്ച് മാത്രമേ പക്ഷെ ഭയങ്കര പുളിയാട്ടോ. എന്തായാലും വെള്ളം കലക്കാനൊക്കെ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ വെള്ളമൊക്കെ കലക്കിയാൽ. അങ്ങനെ എന്തായാലും അതൊക്കെ തിന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ നല്ല കാറ്റും മഴയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ല കാട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എവിടെയാണ്. ഇതെങ്ങനെയാ വെച്ചാൽ വലിയൊരു പറമ്പിന് കേട്ടോ, ഒരു കുന്ന് മാതിരി അതേമാതിരി ഒരു സ്ഥലമാണ്. അത് മാന്തി നിരത്തിയിട്ടായിട്ട് ഇപ്പോൾ അവിടെ പെര വെച്ചിരിക്കുന്നത്. ഞങ്ങൾ 2 പെരക്കാരുള്ളൂ കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ ആപ്പാപ്പാൻ്റെ സ്ഥലം, അതൊക്കെ വെക്കാനുള്ള സ്ഥലം കേട്ടോ. പിന്നെ ഈ ഒട്ടും അതേമാതിരി എന്താണ് ഈ കുറേ കൊമ്പും ചുള്ളിയൊക്കെ ഞങ്ങൾ മുറിച്ചിട്ടിക്കണമെന്നല്ല ചിന്തിക്കണം. ഇതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കാട്. അതായത് ഞങ്ങളെ പെരൻ്റെ ഈ എന്താണ് പലതിൻ്റെ മുന്നിൽ നിന്ന് കാണുന്ന ആ ഭാഗത്ത് ഒരു എന്താ പറയുക കുന്ന് മാതിരി പറമ്പാട്ടാ. ആ പറമ്പിൽ ഇതേമാതിരി പന്തിയും കാടൊക്കെ വെട്ടരുത് കേട്ടോ. അപ്പം അങ്ങനെ വെട്ടിയപ്പോൾ ഓലിങ്ങനെ മരം ഇങ്ങനെ എന്താണ് മരക്കച്ചവടക്കാർ എന്നൊക്കെ പറയില്ല, അങ്ങനെ അറ്റങ്ങളാട്ടാ മരം മുറിച്ചിരുന്നത്. അതായത് ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ വേറെയാണ്, അയാൾ മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കിക്കാരിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പന്തിയും കാടൊക്കെ ആയിട്ട് നല്ല ശല്യമുണ്ട്, പാമ്പാളെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പാമ്പിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ ഈ തൊടുന്ന് മലമ്പാമ്പിനൊക്കെ ഇടക്കിടക്ക് പിടിച്ചലൊക്കെ ഉണ്ട് കേട്ടോ. പിടിച്ചില്ലേ അത്ഭുതമുള്ളൂ, അത്രക്കും കാടും പൊന്നിയൊക്കെ കേട്ടോ ഈ ഒരു സ്ഥലം. പക്ഷെ ആരാൻ്റെ തൊടുമ്പൊക്കെ വണ്ടി പോയി വെട്ടാനൊന്നും പറ്റില്ലല്ലോ, ഓലോട് പറഞ്ഞിട്ട് വേണ്ടേ. അത് ഓല് വെട്ടി തന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായിട്ട് നമുക്കത് ഭയങ്കര ശല്യം തട്ടെ. ഞങ്ങൾ 2 പെരക്കാരുള്ളതിനവിടെ. പിന്നെ ഞങ്ങൾ താഴത്തേക്കൊക്കെ പെരക്കാരുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കല്ലേ എപ്പോഴും ശല്യം ഉണ്ടാവുക. അങ്ങനെ ഇടക്കിടക്ക് അവിടുന്ന് പാമ്പിനെ അതും ഇതും ചേരായിട്ടും മലമ്പാമ്പായിട്ടും അങ്ങനെ പലതരം ജന്തുക്കളെ കാണാട്ടാ. ലാലുവിനെ പറയട്ടാ എൻ്റെ പെര മൃഗശാലയാണ് അറിയട്ടാ. കാരണം എൻ്റെ പെര എന്ന് വെച്ചാൽ ഞങ്ങൾ ചുറ്റോടെ കാടും മതിയൊക്കെയായിട്ട് പന്നിയാളും പാമ്പാളും മയിലാളും കുരങ്ങന്മാരും അങ്ങനെ പലതരം ജന്തുക്കളും കേട്ടോ. നായ്ക്കളായിട്ട് അത് വേറെ, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പം ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ കാട് എന്ന് പറയുമ്പോൾ എന്താണ്. അത് ഞങ്ങൾ അയൽവാസിക്കാരിട്ടാ. ഓലും ഞങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പറമ്പിൽ. പിന്നെ ഞങ്ങൾ താഴത്തേക്കൊക്കെ തുരുത്തുരുന്നതിന് പെരയുണ്ട്, പക്ഷെ ഞങ്ങൾ 2 പെരക്കാർ ഒരു കുഞ്ഞിൻ്റെ മേലെ കേട്ടോ. അങ്ങനെ ഏകരത്താണ് ഞങ്ങളെ പെര. അങ്ങനെ പിന്നെ ഞങ്ങളെ പെരൻ്റെ ബാക്കിലും സൈഡിലും എല്ലായിടത്തും പൊന്തിയും കാടൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ പൊന്ത വെട്ടണം ഞങ്ങൾക്ക് ശല്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമക്കാരെന്തായാലും മരിച്ചല്ലോ, അതിൻ്റെ ബാക്കിക്കാർ നട്ട് ഇതേമാതിരി എന്താണ് മരം വെട്ടുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് അങ്ങനെ ഓല് ഈ തൊടു മരം മുറിച്ചിട്ട് ഓല് കച്ചവടം ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടല്ലേ എങ്ങനെ പറയലെന്ന് വെച്ചറിയില്ല, എനിക്കറിയുന്ന വിധത്തിലാട്ടോ അപ്പം ഞങ്ങൾക്ക് പറഞ്ഞതെന്ന്. അങ്ങനെ എന്തായാലും അവിടെ മരം മുറിച്ച ആൾക്കാർ വന്നിരിക്കണം. അപ്പോൾ വലിയ തടിയും കൊമ്പും ചുള്ളിയൊക്കെ ഓല് കൊണ്ടുപോകും. പിന്നെ ഇതേമാതിരി ചെറിയ കൊമ്പും ചുള്ളിയൊക്കെ നമുക്ക് എടുക്കട്ടോ. അതായിട്ട് ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്നുട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള ടൈമിലൊക്കെ ഇതിനിങ്ങനെ ഈ തൊടിൻ്റെ ഒപ്പം പാട്ടത്തിനെടുത്തിരുന്നു. എന്നിട്ട് തേങ്ങയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം, അതിൻ്റെ പൈസ ഓർക്ക് അയച്ചു കൊടുക്കലേന്ന് കേട്ടോ. പിന്നെ ഇപ്പോൾ ഗൾഫിൽ പോയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ തേങ്ങ എടുക്കലും ഇല്ല, അങ്ങനെയൊക്കെ ആയിട്ടേന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഏറ്റവും മരം മുറിച്ചാൻ വേണ്ടി വന്നപ്പോൾ ഓല് പറഞ്ഞു വലിയ കൊമ്പും ചുള്ളിയൊക്കെ ഓല് കൊണ്ടുപോയാൽ ചെറിയ പൊട്ടും മുറികളൊക്കെ ഉണ്ടാവില്ല, എന്താ
അങ്ങനെ ചെറിയ ഇതുണ്ടാവില്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വിറകുകളൊക്കെ, അതൊക്കെ നിങ്ങൾ എടുത്തോളി എന്ന് പറയുന്നിട്ട് അറ്റങ്ങൾ. അപ്പോൾ ഓല് ഇതേമാതിരി വലിയ മരങ്ങളൊക്കെ മുറിച്ചിട്ട്, ഇതിൽ കാര്യമായിട്ട് വലിയ മരങ്ങളൊന്നും ഇല്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ തടിയുള്ള വിറകുകളൊക്കെ എന്തായാലും ഓലെടുത്ത്, പിന്നെ ചെറിയ കൊമ്പും ചുള്ളി മുട്ടിയൊക്കെ നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഓല് മുറിച്ചിട്ടപ്പോൾ കണ്ടട്ടെ ഞാൻ ഇതെന്ത് സംഭവിച്ചാൽ ആ മരത്തിൻ്റെ മുറിച്ചപ്പോൾ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനടുത്ത് റോട്ടുമൊക്കെ ഇടട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ, ഇങ്ങനെ പെയിൻ്റ് അടിച്ചാലൊക്കെ നല്ല രസമില്ലേക്കാരം ഓരോ ചിത്രങ്ങളൊക്കെ വരക്കാൻ. അപ്പോൾ എനിക്കത് കണ്ട് ഭയങ്കര അത്ഭുതം കേട്ടോ, പല ഷേപ്പിലൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടപ്പോൾ അറ്റങ്ങൾ ഇതൊക്കെ ഒഴിവാക്കി പോയതാട്ടോ. ഓൾക്ക് വേണ്ട വിറകളൊക്കെ ഓല് എടുത്തിക്കണം, ബാക്കി കേട്ടോ ഓല് ഇവിടെ എടുത്തിക്കണം. അപ്പോൾ ഓല് കാരണം നിങ്ങൾക്ക് വേണ്ട ഓല് എടുത്തോളി എന്ന് പറഞ്ഞൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങളാ താഴെയുള്ള അയൽവാസിക്കാരും ഞങ്ങൾ രണ്ടു കൂട്ടരും കൂടി കേട്ടോ വിറകെടുക്കാൻ കയറിയിരിക്കുന്നത്. എൻ്റെ അമ്മീട്ടൊക്കെ എപ്പോഴും പോക്കുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങനെ പോക്കൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഓരന് അന്നാണ്, അപ്പോൾ ഓനൊക്കെ വിറകെടുക്കണം എങ്ങനെ ഉണ്ട് എന്തായതൊക്കെ അറിയാൻ വേണ്ടി കയറി പോയതാണ്. അപ്പോൾ പിന്നെ അന്ന് പണിക്കാരൊക്കെ വന്നീന് കേട്ടോ. പക്ഷെ പിന്നെ എന്തേന്നാവട്ടെ ഓല് എന്തായാലും മരം മുറിച്ചലൊക്കെ നിർത്തി വെച്ച് ഓല് പോയിട്ടാ. അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഓൽക്ക് ഇത് മുതലാവില്ല എന്ന് പറഞ്ഞു കുറച്ചൊക്കെ മരം മുറിച്ച് ഓല് കൊണ്ടുപോയിട്ടാ. പിന്നെ ഇതേമാതിരി വലിയ തടിയുള്ള മരങ്ങളൊന്നും ഇല്ല, അപ്പോൾ ഓൽക്ക് നഷ്ടമാണ് പറഞ്ഞിട്ട് ഓലവിടെ നിർത്തി വെച്ച് പോയിട്ടാ. അപ്പോൾ ഓല് പറഞ്ഞു ബാക്കി മുറിച്ചിട്ട വിറകളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി കയറിയതാട്ടാ. ആരാ എല്ലാവരും വെച്ചാൽ എൻ്റെ അമ്മയും എൻ്റെ ചെറിയ അനിയനും അയൽവാസിത്തെ താത്തിയുണ്ട് കേട്ടോ. ആ കാണുന്ന പെരയിത്തെ താത്തിൻ്റെ അല്ല, ആ കാണുന്ന എൻ്റെ പെരയുടെ ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ല പെര അയിത്ത താത്തിട്ട. അങ്ങനെ ഞങ്ങൾ നാലാൾക്കാരും കൂടി കയറി കേട്ടോ. ഓലൊക്കെ അവിടെ വിറക് ഇങ്ങനെ മുറിച്ചും ഇതാക്കണം സെറ്റാക്കട്ടാ. ഞാനും എൻ്റെ മിതും കൂടി എന്താ വെച്ചാൽ ഇതേമാതിരി ഷേപ്പുള്ള മരങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കാട്ടാ. ഇത് മൂന്ന് ഈ മരത്തിൻ്റെ ബാക്കിയാട്ടാ, മുറിച്ചിട്ടീൻ്റെ ബാക്കിയാട്ടാ. അപ്പം ഇതും വെച്ചപ്പോൾ ഞാൻ പറയുന്നത് അത് ഇമ്മി ഇപ്പി ഇത് ചെറിയ കുട്ടിയാണ് കേട്ടോ. കാരണം അതേമാതിരി ഉണ്ട്, നമ്മളിപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇതേമാതിരി വലുത് ചെറുതൊക്കെ കാണുമ്പോൾ നമ്മളങ്ങനെ പറയല്ലോ. അങ്ങനെ പറഞ്ഞാട്ടെ, അതായത് വേറെ ഒന്നും കരുതരുത്. അപ്പം ഇങ്ങനെ ഓനതിങ്ങനെ റെഡിക്ക് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നിട്ട് ആ വലിയത് ഇപ്പ മറ്റേത് ഉമ്മ അതിൻ്റെ താഴെയുള്ള കുട്ടി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയത് കേട്ടോ. അതാണേലേ വെച്ചിട്ട് അങ്ങോട്ട് നിൽക്കണില്ല, കാരണം ആ പൊട്ടൻ ശ്രദ്ധിച്ചിട്ടില്ല അതിൻ്റെ അടിയിൽ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പിന്നെ എന്തായാലും തിരിച്ച് വെച്ചിട്ടാ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ, കാരണം ഇതിന് ഷേപ്പ് ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഒരു ത്രികോണമൊക്കെ ലുക്ക് ഉണ്ടല്ലോ കാണാൻ, നല്ല ഡ്രസ്സല്ലേ കാണാൻ. അപ്പം അറ്റങ്ങൾ ഇതൊക്കെ അവിടെ ഇട്ടിച്ച് പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ അടുത്തും കൊണ്ട് ഓരോന്ന് കളിച്ചും കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതും ഇങ്ങനെ റെഡിക്ക് വെച്ച് നിൽക്കട്ടെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ല രസമുണ്ട്, ഇതാ അങ്ങോട്ട് ഇട്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെ ചെയ്യാന്നൊക്കെ പറയട്ടെ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുപ്പിലേലും വെക്കാമല്ലോ. ഞാനൊക്കെ ഇതാക്കിയിട്ടാ. പിന്നെ ഓന് കയ്യോ ഒക്കെ നല്ല ചൊറിയുണ്ട് കേട്ടോ. ഓനെ കൊതുകടിച്ചിട്ടേ കൊതുകിനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കൊതുകുണ്ട് കേട്ടോ. പിന്നെ ഓനാ കാണിച്ച് നിന്ന് എന്താ വെച്ചാൽ അവൻ്റെ കൈമ തയം പൊട്ടിയതാണ് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടത്. എന്തോ ഒരു മുഴ മാതിരി വന്നിക്കാണ്, തയം പൊട്ടിയല്ല, എന്തോ ഒരു മുഴ മാതിരി ഇങ്ങനെ ഓല് ഇന്നലെ ഇതേമാതിരി. അതായത് ഇന്നലെ വെച്ചാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് ഇവർ വിറകെട്ടാൻ പോയിന്ന്. അപ്പം ഇങ്ങനെ അരിവക്കത്തിയിട്ട് ഇങ്ങനെ വെട്ടി ഇതായിട്ട് അവിടെ ഇങ്ങനെ മുഴ മാതിരി ആയിക്കട്ടാ, ഇങ്ങനെ ഒരു എന്താ പറയുക കുരുമാതിരിയൊക്കെ അയക്കാം. അപ്പോൾ അത് കാണിച്ചു തരുന്നിട്ടാ. എന്നിട്ട് അതൊക്കെ കിട്ടിയോൻ പോരോ പിന്നെയും ആ പൊന്തക്കാട്ടിക്ക് കയറി പോകട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ ഓലവിടെ മരം മുറിച്ചിട്ടിൽ ഇതേമാതിരി ഒരു വലിയൊരു കൊമ്പ് ചുള്ളി മുറിച്ചിട്ടിന്നിട്ടാ. അതിപ്പോൾ അതിന്മേൽ കയറി ഇരുന്നിട്ട് കളിച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പോണത്. പിന്നെ ആകാശമൊക്കെ നോക്കി എന്ത് വൃത്തിയില്ല, നല്ല നീല ആകാശം വെള്ള മേഘം, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഇങ്ങനത്തെയൊക്കെ കാഴ്ച പാങ്ങിൽ പോകുമ്പോൾ തന്നെ കേട്ടോ കാണാൻ കിട്ടുള്ളൂ. തിരൂരിൽ നിൽക്കുക അങ്ങനെ ഇതേമാതിരി ഒന്നും കാണൂല കേട്ടോ. അങ്ങനെ ഞങ്ങളെ പേരെ പിന്നെ ഒഴിഞ്ഞ സ്ഥലത്തായതുകൊണ്ട് ഇതേമാതിരിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല മഞ്ഞ് ഇറങ്ങുമ്പോൾ അതിലേറെ രസമാട്ടോ. നല്ല കോട മഞ്ഞ് രണ്ടും ഒന്നാണ്. എന്നാലും ഈ എന്താണ് കോട ഇറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ ചുറ്റോറുള്ള മലകളൊന്നും കാണില്ല കേട്ടോ, ഫുള്ള് മഞ്ഞിലായിട്ടേക്ക്. സോറി മഞ്ഞല്ല കോടയും മഞ്ഞും വേറെയാണ്, അത് ഞാൻ പറഞ്ഞെടുത്ത് മാറിയതാണ്. എന്തായാലും കോട ഇറങ്ങുമ്പോൾ നല്ല രസമാട്ടോ. അപ്പോൾ ആ മരത്തുമ്പോൾ ഇങ്ങനെ കയറി കുരുങ്ങി കളിച്ചാട്ടാ. അങ്ങനെ പിന്നെ ഇതാട്ടാ വെട്ടിയിട്ട വിറകളൊക്കെ അതൊക്കെ നമ്മുടെ പെരേക്ക് പെറുക്കി കൊണ്ടുപോകാനുള്ള കേട്ടോ. പിന്നെ ഈ മരം നോക്കി എന്ത് രസമുണ്ടല്ലേ, മുറിച്ചിട്ട് ഇങ്ങനെ ചോര മാതിരി ആയിവന്ന് അതിൻ്റെ കറ എന്താന്നാവട്ടോ, എന്താ സംഭവം. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും പോർക്ക് കിട്ടാനുള്ള കിട്ടിയപ്പോൾ ഇറങ്ങി പോകുന്നിട്ട്. എന്താണ് ഈ ചൊറിഞ്ഞും കൊണ്ട് വരുന്നതെന്നല്ലേ, അതിമ ആ പുളിയർമ്മ കൂടുണ്ടായിരുന്നു, ആ പൊട്ടയിമ കയറിയിട്ട് ഇങ്ങനെ ഊനാലാടിയിട്ട് എന്തായാലും പുളിയർമ്മിൻ്റെ കടി കണ്ടം കിട്ടിയിട്ട്. അപ്പോൾ കിട്ടിയോ കൊണ്ട് ഓന് തിരിച്ചിറങ്ങി പോവാട്ടോ. അപ്പോൾ കണ്ട പല മരങ്ങൾക്കും പല ഇതല്ലേ, ഓരോ ഇതല്ലേ. ഇപ്പം ആ മരത്തുമ്പോൾ ഒന്നുമില്ല കേട്ടോ, പക്ഷെ മറ്റേ മരത്ത് നല്ല ചോന്ന ഇതുണ്ട് കേട്ടോ, കറ മാതിരി. അപ്പം ഞാൻ പറയുന്നുണ്ടാ പാവ ഈ മരത്തിന് വേദനിച്ചിട്ട് ചോര വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനോരോ വട്ട് കേസ് പറയുന്നുണ്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മയും താത്തയൊക്കെ അവിടെ വിറകുണ്ടാക്കുന്ന തിരക്കാട്ടോ. ഞാനും എൻ്റെ മിതു ഇവിടെ ഇങ്ങനെ മൊയന്തടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടാ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് പിന്നെ വിശേഷിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ മിതു ഇന്നെ കണ്ടിട്ടാട്ടോ, അല്ലെങ്കിൽ ഓന് ഇതേമാതിരി ഉമ്മാൻ്റെ കൂടെ വെട്ടാനും ഇതാക്കാനും വിറക് കൂട്ടാനൊക്കെ പോകട്ടാ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വിത്താളെ നടക്കുന്നുണ്ടാ.
പിന്നെ ഇതിൻ്റെ ഉമ്മയും അയൽവാസി താത്തയും കൂടി ഇതേമാതിരി കൊമ്പും ചുള്ളികളൊക്കെ വെട്ടി പൊന്തിയും കാടൊക്കെ അമർത്തിയിട്ട് വേണം അതിൻ്റെ മേലൊക്കെ കയറിപ്പോകാൻ. കാരണം കുറേ ഒരു താഴത്ത് വെട്ടിക്കണം, അതിൻ്റെ ബാക്കി ഒരു കുറേ മേലെ വെട്ടിക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പൊന്തിയും കാടൊക്കെ ഒന്ന് അമർത്തിയിട്ട് വേണം മേലെ കയറിപ്പോകാൻ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ താഴത്തേക്കൊക്കെ പെരയുണ്ട്. ആ കാണുന്ന ഓടുംപെരൻ്റെ താഴെ, ഓടുംപെരല്ല കേട്ടോ, പെരൻ്റെ 2ാം നിലൻ്റെ മേലെ ഒരു ഓട് മാതിരി ഇട്ട് കേട്ടോ. അതിനൊക്കെ താഴത്ത് കേട്ട പെരകൾ. മറ്റേ ഈ ഒരു കാട്ടിൽ ഞങ്ങൾ 2 പെരക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ എന്താ പറയുക, അപ്പൻ്റെ എന്നൊക്കെ പറയുമല്ലോ, എന്താ ഇത് വേറെ എന്തൊരു പേരുണ്ട്. അതിൻ്റെ അപ്പൻ്റെ ഒരു ഇലൻ്റെ ഭാഗത്തൊരു എന്താ പറയുക, ഒരു കായ മാതിരി ഒരു സംഭവം കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, തൊരട്ടിപ്പായത്തിൻ്റെ ആ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് തൊരട്ടിപ്പായ ഇല്ല കേട്ടോ, കാരണം അതിൻ്റെ കാലല്ല. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു മരം കേട്ടോ. കാടായതുകൊണ്ട് പലതരം മരങ്ങളൊക്കെ കാണാം. ആ മരത്തുമ്പോൾ ഇങ്ങനെ, അതായത് മരം വെട്ടിയിട്ട് അതിൽ വെള്ളം കേട്ടോ വരുന്നത്. അപ്പം അങ്ങനെ പറയുന്നിട്ടാ 3 മരം 3 ഷേപ്പ്, അതെ ഷേപ്പ് സോറി അല്ല, എന്താ പറയുക, മൂന്ന് മോഡൽ എന്നിട്ട്. കാരണം ഒന്നിങ്ങനെ ചോര മാതിരി, ഒന്നല്ല വെള്ള, ഒന്നുമെന്ന് വെള്ളം പൊടിഞ്ഞിട്ട്. ഞാനാ കാണിച്ചെന്നാൽ ഗുഹയും മടയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല, പാമ്പാളുള്ള സ്ഥലങ്ങളായിട്ടാണ്. ഇവിടെ ഇടക്കിടക്ക് ഈ ഉച്ച ടൈമിലൊക്കെ കാണാട്ടോ പാമ്പാൾ ഇങ്ങനെ ഇറങ്ങുന്നത്. ഒരു ദിവസം ഇതേമാതിരി അതിൻ്റെ മിതു പന്തളിച്ചത്. അപ്പോൾ ഓനെ വിളിച്ചാൻ വേണ്ടി പോയപ്പോൾ വലിയൊരു പാമ്പിൻ്റെ മുന്നിൽ കൂടെ പോയത്. പറമ്പിന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വർത്താനം പറഞ്ഞിട്ടാണ് പോണത്. എൻ്റെ മിട്ടു കൊലയുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഉമ്മാനോടിട്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പോകാനാ റോട്ടിക്ക്. ആ എന്താണ് ഞാൻ കാണിച്ചു തന്നില്ല, ആ മടാണ്. ആ മടൻ്റെ അവിടെ നിന്ന് വലിയൊരു പാമ്പുണ്ട് കേട്ടോ. പോണ് അങ്ങനെ ഇടക്കും നിലക്കൊക്കെ കാണാം, സ്വാഭാവികം. എപ്പോഴും അവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പേടിയില്ലേ ഈ രാത്രിയൊക്കെ ആകുമ്പോൾ? എന്തെങ്കിലും ജന്തുക്കളെ കണ്ടേ, രാത്രിന്ന് വേണ്ട, നമ്മൾ പകലായാലും രാത്രിയായാലും അപ്പോൾ പാമ്പാളെ കണ്ടാലും പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഷോക്ക് തന്നെയല്ലേ. കാരണം അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ഓല് മരം വെട്ടാൻ വേണ്ടി വന്നത്. 4 ദിവസം പണിയെടുത്ത് ഓല നിർത്തി വെച്ച് പോവുകയും ചെയ്തിട്ടാണ്. കാരണം ഓൽക്കും മുതലാവില്ല എന്ന് പറഞ്ഞ്. ഓലും പറഞ്ഞിട്ട് കാര്യമില്ല, പണിയെടുക്കുന്നവർക്ക് ലാഭം വേണ്ടേ. അപ്പോൾ എന്തായാലും അതിൽ വലിയ മരങ്ങളൊന്നും ഇല്ല പറഞ്ഞിട്ട് ഓല് കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയിട്ട് ബാക്കി ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ട് ഓരോ പണി നിർത്തി വെച്ച് പോയിട്ടാണ്. പിന്നെ ഞാൻ ഈ കാണിച്ചു തരുന്നതൊക്കെ മനസ്സിലായി, എൻ്റെ ആമ്പൽക്കുളമാട്ടോ ആദ്യം കാണിച്ചതിന്. അല്ല, ആമ്പൽ ഉണ്ടാക്കിയിട്ട് 3-4 കൊല്ലമായി. പക്ഷേ ഇന്നേ വരെ ടൈം ഒരു പൂ പോലും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അതിലെൻ്റെ മിതു പായലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ചെടികളൊക്കെ. പിന്നെ ഇത് കണ്ട നിങ്ങൾ, കുഞ്ഞൂര് കൊമ്പുമ്പോൾ പൂ ഇട്ടിട്ടില്ല, മുട്ടായിട്ടേ എന്നിട്ടാ. ഞാൻ അങ്ങോട്ട് പോരോളം 2 ആഴ്ച അവിടെ നിന്ന്. 2 ആഴ്ച ഇതിങ്ങോട്ട് വിരിഞ്ഞില്ല. ചെന്ന അന്നുള്ള മുട്ടാട്ടാ, വിരിയാത്തതാ സത്യത്തിൻ്റെ പാതയിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പെരും ജാതി വെയിലുണ്ട് കേട്ടോ. ഓലൊക്കെ അവിടെ വിറകുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് നടക്കട്ടെ. കാരണം എനിക്ക് പോകാനാകുമ്പോഴേക്ക് മാറ്റലും ഒരുക്കും ഒക്കെ കഴിയണ്ടേ. അപ്പം ഞാൻ വേഗം ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓല് പണിയെടുക്കണം കാണാൻ വേണ്ടി പോയതേന്. എന്നിട്ട് എന്തായാലും അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നടന്ന് പിന്നെയും പെരയിക്കാൻ വന്നിട്ട്. കാരണം വെയിൽ ഒരു രക്ഷയില്ല. വെറുതെ കായില്ലാത്ത ഇറച്ചി കിട്ടണ മാതിരി വെറുതെ ആ വെയിലും കൊണ്ട് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പെരയിക്ക് പോന്നിട്ടാ. പിന്നെ ഇതിൻ്റെ മിതുവിൻ്റെ മീൻകുളം, അത് നിങ്ങൾ നോക്കണ്ട. അതിൽ മീനുകളൊന്നും ഇല്ല കേട്ടോ. അതാട്ടാ വെള്ളം അങ്ങനെ കിടക്കുന്നത്. അതിൽ പിന്നെ ഓനിങ്ങനെ മറ്റേ മണ്ണിരനൊക്കെ കൊടുത്തിട്ടിരുന്നു. കാരണം അവർക്ക് വേറെ മീനുകളുണ്ട് കേട്ടോ ഞങ്ങളെ മേലത്തെ പറമ്പിലെ ഡ്രമ്മിൽ. അപ്പം അതിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ എന്താ മണ്ണിരാന്നല്ല പറയാം, ആ സാധനത്തിനൊക്കെ കൊടുന്ന് ഇട്ടിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉപ്പാൻ്റെ എന്താ ഈത്തപ്പഴം മരം കേട്ടോ. ഇതാട്ടെ ഏറ്റവും വലിയത്. മറ്റേ ചെറിയതാണ്, ഇതാണ് വലിയ മരമായിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുള്ള് ഒരു രക്ഷയില്ല. കുത്തിയ മാതിരിയൊക്കെ കേട്ടോ. ഭയങ്കര കടച്ചിലേക്കാരം കേട്ടോ. അങ്ങോട്ട് കുത്തി ഓടും. നാളെ ഉമ്മാൻ്റെ കൈമ ഇതേമാതിരി കുത്തി ഓടിയിട്ട് എത്ര സൂചി ഇട്ടിട്ട്, അത് സൂചിയല്ല, നമ്മളെ മുട്ട സൂചി ഉണ്ടല്ലോ, അതിട്ട് ഇതാക്കിയിട്ടും കിട്ടില്ല. കുറേ കുത്തി തരുന്ന എന്തായാലും മുള്ള് എടുത്തിട്ടോ. അതിൻ്റെ മുള്ള് ഇതിൻ്റെ അടുത്ത് കൂടി പോകില്ല കേട്ടോ. കാരണം കുത്തിയ മാതിരി ഇരിക്കും. നല്ല വേദനയൊക്കെ കേട്ടോ. കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഈ ഇലൻ്റെ തുമ്പത്ത് മുള്ളാട്ടാ. പിന്നെ സപ്പോട്ട ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരമുണ്ട്. പിന്നെ ഈ മുറ്റത്ത് നിറച്ച് ചീരട്ടെ. ഈ ഒരു സൈഡിൽ ഇതിങ്ങനെ പാകിയിട്ട് ഒരു തൈ ഉണ്ടായാൽ മതി. പിന്നെ അതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ആകെ ചീര ഉണ്ടായിക്കണം കേട്ടോ. അപ്പോൾ ഇടക്കും നിലക്കൊക്കെ ഇതേമാതിരി ഇങ്ങനെ ചീരക്കൂട്ടാനൊക്കെ കൂട്ടാനോ. അങ്ങനെ എന്തായാലും ആ ഭാഗത്ത് ചീരയുണ്ട്. പിന്നെ അതെൻ്റെ ഉപ്പാൻ്റെ വേറൊരു മരം കേട്ടോ. ഇതൊക്കെ വെട്ട് തൈകളാട്ടാ. അപ്പം അതിന്മേൽ ഒരു അടക്കാപ്പായ ഉണ്ട്. അതും ഞാൻ പോരാനായിട്ടും അടക്കാപ്പായത്തിന് ഒരു ആട്ടും മുൻകൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് പോന്നോ തിരൂർക്ക് എത്തിയാൽ അവിടെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ പോക്കും. ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ ഒന്നും പോക്കില്ല. എനിക്കും എൻ്റെ അപ്പാക്ക് തിന്നാനുള്ള ഭാഗ്യമില്ല കേട്ടോ. ഞാനും എൻ്റെ അപ്പി ഒരേ മാതിരി തീരെ ഭാഗ്യമില്ലാത്ത ടൈപ്പ് സാധനങ്ങളാട്ടെ. കാരണം തൊള്ള ഭാഗ്യവും ഇല്ല, അല്ലാത്ത ഭാഗ്യവും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാളത്തെ എല്ലാ കാര്യം തല തിരിഞ്ഞുകൊണ്ടാട്ടാ വരിക. അങ്ങനെ എന്തായാലും അതൊക്കെ ഓരോ ഇതാണല്ലേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പല്ലേ കാരണം. അപ്പം എന്തായാലും കുറേ കാടും വന്നൊക്കെ അമർന്നിക്കണം കേട്ടോ. അവിടെയൊക്കെ ഓല് വെട്ടിയിട്ട് കുറേയൊക്കെ ഉണങ്ങിയിരിക്കണ്, കുറേ വെട്ടാണ്ട്. എന്നിട്ട് ഓലാണല്ലോ 4 ദിവസം പണിയെടുത്ത് ഓലും എല്ലാം മുങ്ങിയും ചെയ്ത്. ഇത് പെട്ടിൻ്റെ പണി ഞങ്ങൾക്ക് തന്നെ കിട്ടി. പിന്നെ അതിൽ ഉപകാരം എന്താ വെച്ചാൽ ഓല് ഇങ്ങനെ പന്തിയും കാടും വെട്ടിയോണ്ട് നമുക്ക് കുറച്ച് വിറക് കിട്ടിയ, പൈസ കൊടുക്കാതെ കുറച്ച് വിറക് കിട്ടിയിട്ടാ. അതിനുള്ള കഷ്ടപ്പാടുണ്ട്. ആ പന്തിയും കാടും വെട്ടി അമർത്തിയിട്ട് വേണം അതിൽ മുറിച്ചിട്ട മരങ്ങൾ എടുത്തോണ്ടാൻ. അപ്പം ഒരു ലാഭം ഉണ്ടാകുമ്പോൾ ഒരു നഷ്ടം ഉണ്ടാവില്ല, എന്നാൽ മാതിരി തന്നെ.
അങ്ങനെ എന്തായാലും മുറ്റത്ത് കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് ഉമ്മാൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ വന്ന് വേഗം കുളിച്ചിട്ടാ. കാരണം ലാലു എന്നോട് പറഞ്ഞു തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ രാവിലെ വരണ്ട് വേഗം മാറ്റി നോളി പറഞ്ഞിട്ടാ. കാരണം എൻ്റെ ഉമ്മാക്കുട്ടി വന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മീട്ടും കല്യാണത്തിന് പോയാൽ പിന്നെ ഞാൻ ഒറ്റക്കാവില്ല പെരയിൽ. അപ്പോൾ ലാലു രാവിലെ വരാം എന്നിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോവാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കുറേ ആയിട്ട് പെരയിൽ നിന്ന് ഇങ്ങനെ പുറത്ത് പോയിട്ട് ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിരുന്നു. ഇപ്പോൾ പിന്നെ ബീച്ചിലും പോയിട്ട് കുറേ ആയിന്ന്. അപ്പോൾ പിന്നെ ലാലു പറഞ്ഞു നമുക്ക് പെരയിൽ നിന്ന് രാവിലെ ഇറങ്ങാം എന്നിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോവാറ്. അപ്പോൾ ലാലുവിൻ്റെ വർത്താനം കേട്ടിട്ടാട്ടോ അപ്പോൾ ഞാൻ വേഗം കുളിച്ച് മാറ്റി ഒരുങ്ങണത്. ഉമ്മീട്ട് ഇവിടെ വിറകുണ്ടാക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു 10-11 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാനും ഇതേമാതിരി കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മയും വന്നിട്ട് ഉമ്മാക്കൂട്ടും കല്യാണത്തിന് പോകാനുള്ള നേരമായി. അപ്പോൾ അയൽവാസിയിലാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അയൽവാസിയിലാട്ടോ കല്യാണം. ഓര് പറഞ്ഞ മാതിരി പെരക്കാരെ മാതിരി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരത്തെ തന്നെ പോകണമല്ലോ നമ്മൾ. കല്യാണം വിളിച്ചാൽ നമ്മളിങ്ങനെ അറിയുന്ന ആൾക്കാരത്ത് കൂടി ആകുമ്പോൾ നമ്മൾ അറിയുന്ന പല ആൾക്കാരും വരും. കുറേ നേരം വർത്താനമൊക്കെ പറയേണ്ടി വരുമല്ലോ. അപ്പം അമ്മീട്ട് എന്തായാലും നേരത്തെ പോകണം എന്നൊക്കെ കരുതിയേന്ന്. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ലാലു തലേന്ന് വിളിച്ചിട്ട് നേരത്തെ രാവിലെ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മയാണേലോ രാവിലെ വിറകിട്ടാൻ പോണതിൻ്റെ മുന്നേ എന്താണ് ലാലു വരുമല്ലോ വെച്ചിട്ട് പൊറാട്ട ഒക്കെ കൊണ്ടുവച്ചിട്ടാ. അങ്ങനെ 10 പൊറാട്ട ഒക്കെ കൊണ്ടുവച്ച് പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് കറിയൊക്കെ വെച്ചിട്ട് പാവം എൻ്റെ അമ്മ വിറകുണ്ടാക്കാൻ പോയത്. ഓല് വിറകുണ്ടാക്കി വന്നിട്ട് ലാലു വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ കുളിച്ചെന്നുള്ളൂ. നേരെ എത്ര അറിയോ 10 മണി കഴിക്കണം. അപ്പോൾ കുളിച്ചാൻ കയറണുള്ളൂ പറഞ്ഞിട്ട് ലാലു. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ലാലുവിന് ഇവിടെ പെരയിൽ എന്താ ചെറിയ പണി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും എൻ്റെ അമ്മ എന്തായാലും കല്യാണത്തിന് പോകാനുള്ള ടൈം പിന്നെയും നീണ്ടിട്ട്. കാരണം ഓല് നേരത്തെ പോകണമെന്നൊക്കെ കരുതി. ഇനിയിപ്പോൾ ലാലു വരാതെ ഓൾക്ക് കല്യാണത്തിന് പോകാനും വെച്ചാൽ ഞാൻ ഒറ്റക്കാവും ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ലാലു വന്നിട്ട് ഓല് കല്യാണത്തിന് പോകണുള്ളൂ പറഞ്ഞിട്ടാ. അപ്പോൾ അപ്പുറത്ത് ഓല് കുളിച്ചണം മാറ്റണം തിരക്ക്. ഞാനും ഇപ്പുറത്ത് മാറ്റാട്ടെ എന്നാൽ മാറ്റി ഒരുങ്ങി നിന്നാൽ പിന്നെ ലാലു വന്നാലും പോയാൽ മതിയല്ലോ. അത് വിചാരിച്ചിട്ടാ. മറ്റേ ലാലു വരുന്ന ടൈമിൽ എൻ്റെ മാറ്റൽ ഒരുക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലാലു പിന്നെ പറയട്ടതിന്. കാരണം എന്താ വെച്ചാൽ തലേന്ന് തന്നെ വിളിച്ച് മാറ്റി ഒരുങ്ങാൻ പറഞ്ഞേന്ന്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ മുട്ടിത്തിട്ട് നടക്കും. അതിപ്പോൾ അങ്ങനെയാണല്ലോ. കെട്ടിച്ചു കൊടുത്തുനിന്ന് നമ്മളെ പെരേക്ക് പോകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മളെ മാറ്റലും ഒരുക്കമൊക്കെ കഴിയും. പക്ഷെ നമ്മളെ പെരയിൽ നിന്ന് കെട്ടിച്ചെടുത്തൊക്കെ പോവുകയാണെങ്കിലോ നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ പിടിച്ചാലും മാറ്റിയാലും ഒരുങ്ങിയാലും കൊണ്ട് കഴിയൂല കേട്ടോ. കാര്യമായിട്ട് മാറ്റി ഒരുങ്ങൊന്നുമില്ല. എന്നാലും മുട്ടിത്തിരിഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും കുറച്ച് നേരം കിടക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നേരം ഇങ്ങനെ നീട്ടി പോവേക്കാരം. പിന്നെ ഞാൻ കാര്യമായിട്ട് മാറ്റി ഒരുങ്ങണം എന്താ വെച്ചാൽ ലാലു പുറത്ത് എവിടേക്കെങ്കിലും പോകണം കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മാറ്റി ഒരുങ്ങണം. അല്ലെങ്കിൽ അങ്ങനെ മാറ്റി ഒരുങ്ങൊന്നുമില്ല കേട്ടോ. ഒരു പൗഡറും കൺമഷി ഇട്ടാൽ ഇട്ടുക അത്രേ ഉള്ളൂ. അധികം പിന്നെ രാത്രി ആയിക്കാരം ലാലുവിനെ കൊണ്ടുവരാൻ വരിക. പിന്നെ ഞാൻ ഇട്ടിക്കണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ മാക്സി കേട്ടോ. ഞാൻ എൻ്റെ പെരയിൽ പോയ എൻ്റെ ഉമ്മാൻ്റെ മാക്സിനെ കേട്ടോ കാര്യമായിട്ട് ഇടുക. ഞാനും എൻ്റെ അമ്മയും തല്ലുണ്ടാവണം ഒന്നാമത് ഇതിനാട്ടോ. എന്താ സംഭവിച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ മാക്സികളെ ഞാൻ ഇടുള്ളൂ കേട്ടോ. കാരണം തിരൂരിൽ നിന്ന് വരുമ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരും. പക്ഷെ ഒന്നും ഇടില്ല. ഒക്കെ കൊടുന്ന് വെച്ചിട്ട് നേരെ അൽമാറിക്കാണ് കയറ്റി വെക്കും. എന്നിട്ട് തിരൂർക്ക് പോകുമ്പോൾ അതേ കവർ എടുത്തിട്ട് തിരൂർക്ക് തിരിച്ച് പോരും ചെയ്യും കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ ഡ്രസ്സുകളൊക്കെ ഇടണം എന്ന് കരുതി കൊണ്ടുപോകണേക്കാരം. പക്ഷെ അവിടെ എത്തിയാലും ഉമ്മാൻ്റെ മാക്സി ഇട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല കേട്ടോ. കാരണം ആ കാറ്റും വെളിച്ചൊക്കെ തട്ടി നടക്കുമ്പോൾ നല്ലൊരു സുഖമല്ല. നമ്മൾ ഉമ്മാരെ മാക്സി ഇടുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ല. ഇനിയിപ്പോൾ എനിക്ക് എത്ര ഡ്രസ്സ് അവിടെ ഇല്ലായിട്ടൊന്നുമല്ല. 3 പീസും ചുരിദാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഉമ്മാരെ മാക്സി ആയിട്ട് ഇടുള്ളൂ. അതിനായിട്ടല്ല. അപ്പോൾ ലാലു ഇങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ മാക്സി ഇടുമ്പോൾ ലാലു പറയും നല്ല രസമുണ്ട് ഞാൻ മാക്സി വാങ്ങി തെറ്റാറിട്ടോ. പക്ഷെ ഇപ്പം മടിയാട്ടാ. പിന്നെ മിതു ലാലു ചാടിച്ചിടുന്ന നേരം കൊണ്ട് മിതു അവിടെ ഗെയിം കളിച്ചാട്ടോ. ഓല് കല്യാണത്തിന് പോകാനുള്ള ഒരുങ്ങി റെഡി ആയി നിൽക്കട്ടെ. ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് ഓൾക്ക് കല്യാണത്തിന് പോകാൻ. അതിന് പിന്നെ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടാ. പിന്നെ അങ്ങനെ ചേണ്ടിയിലെത്തിയിട്ട് എന്താട്ടെ ഞങ്ങൾ ചേണ്ടിയിലത്തെ പാടം നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ എന്തായാലും ചേണ്ടി അങ്ങാടിയിലെത്തിയിട്ടാ. പിന്നെ ലാലു എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയട്ടാ ആൾക്കെന്താ മാക്സി ഇട്ടുകൂടെ എന്നൊക്കെ പറയട്ടാ. പക്ഷെ എനിക്ക് പെരയിൽ ഇടാൻ മടിയാണ്. അതായത് തിരൂര് മാക്സി ഇട്ടെടുക്കാൻ എനിക്ക് മടിയാട്ടോ. എൻ്റെ അവിടെ പോയാൽ ഞാൻ എൻ്റെ അമ്മമാരെ മാക്സി തന്നെ ഇടുള്ളൂ കേട്ടോ. എത്ര ഡ്രസ്സ് ഉണ്ടായാലും അൽമാറിയിൽ എൻ്റെ അമ്മ അട്ടിക ഡ്രസ്സ് ഇരിക്കുന്നുണ്ടായാലും അതൊന്നും ഇടരുത് അറിയട്ടെ. കാരണം എൻ്റെ അമ്മമാരെ മാക്സി ഇട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇമ്മയുടെ അടുത്ത് വെച്ച മാക്സിയൊക്കെ ആയിക്കാരം ഞാൻ ഇട്ടെടുക്കട്ടെ. അങ്ങനെ കേട്ടോ എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ലാലു എന്നോട് പറഞ്ഞു ഞാൻ മാക്സി എടുത്ത് തരാറ് കേട്ടോ. പക്ഷെ ഇച്ച് മടിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ ഉടനെ അതേമാതിരി പലാസ പാൻറ്റും ടീഷർട്ടൊക്കെ എന്നിട്ട് ഞാൻ പെരയിൽ ഇട്ടീന്ന്. പിന്നെ ലാലു ഗൾഫിൽ പോയതിൻ്റെ ശേഷം പിന്നെ എനിക്ക് അത് ഇടാൻ മടിയായിട്ടോ. പിന്നെ ഞാൻ 3 പീസുമ്മ കൂടിയിട്ടാ. പിന്നെ ഞാനിവിടെ തിരൂരിട്ടു ഇതേമാതിരി റൂമിലൊക്കെ രാത്രിയൊക്കെ മാക്സി ഇടാന്നല്ലാതെ പുറത്തൊക്കെ മാക്സി ഇട്ട് നടക്കാനുള്ള ഒരു ഇതില്ലാട്ടോ. എനിക്ക് ഭയങ്കര മടിയാട്ടോ അവിടെ ഇടാൻ. എൻ്റെ അവിടെ പിന്നെ എൻ്റെ എത്ര തച്ചെന്നാലും ഞാൻ എൻ്റെ മര മാക്സി ആയിട്ട് എടുത്തിടുള്ളൂ. ഞങ്ങൾ എപ്പോഴും തല്ലുവിടല ആ ഒരു കാര്യത്തിൻ്റെ പേരും പറയട്ടെ കരട്ടെ. എൻ്റെ പറയാം എനിക്കെന്താ ഈ പെൺകുട്ടികളെ കിട്ടുന്ന മാതിരി 3 പീസ് ഇതൊക്കെ ഇട്ടുവിടാറിട്ടാ. പക്ഷെ ഞാൻ ഇടൂല. അവിടെ എത്തിയാൽ എനിക്ക് ഇമ്മാൻ്റെ അലാക്കിൻ്റെ മാക്സി ഇട്ടാലേ എനിക്കൊരു സുഖവും സ്വസ്ഥതയും ഉണ്ടാവുള്ളൂ കേട്ടോ. മറ്റെന്തോ ഒരു ചൂടും പോയാൽ കിടക്കണ മാത്രം എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയ്ക്കാരം. കെട്ടിച്ചെടുത്താകുമ്പോൾ പിന്നെ നമ്മളത് സഹിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളോടാകുമ്പോൾ പിന്നെ നമ്മളെ ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ മാക്സികൾ തന്നെ ഇട്ടിടുക. ഇതാട്ടോ പിന്നെ അങ്ങാടിപ്പുറം പാലം
ഞാൻ പറയുന്നതല്ല, ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ കല്യാണം വരെ ഞാൻ ട്രെയിനുകളെ തലയും വാലും കണ്ടിന് ഈ ഒരു അങ്ങാടിപ്പുറം പാലത്തുമ്മ കൂടെ പോകുമ്പോൾ. അത് ഇതേമാതിരി വക്കും മൂലൊക്കെ കാണുള്ളൂ, കാരണം അവിടെ ആകെ മറച്ച് കെട്ടിയിട്ടേ. അങ്ങനെയൊക്കെയാണ് ട്രെയിനെ കണ്ടിരുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇടക്കും നിലക്കൊക്കെ നമ്മൾ ബസ്സിൽ പോകുന്ന മാതിരി ഇതേമാതിരി കോഴിക്കോട് കോഴിക്കോടൊക്കെ ട്രെയിനിൽ പോയിട്ട് ശീലമായിട്ടാ. തിരൂർക്ക് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ആ ട്രെയിനിലും കയറുന്നത്. പിന്നെ ഈ സ്ഥലം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഞങ്ങൾ എവിടേക്കാ പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പോണ സ്ഥലത്തുള്ള ഓരോ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി സ്ഥലമായിട്ട്, നല്ല മലകളും കുന്നുകളൊക്കെ ആയിട്ട്. ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ഇതേമാതിരി നല്ല പച്ചപ്പെട്ട മലയും കുന്നും അങ്ങനെയൊക്കെ ആയിട്ട് കാടും പന്നിയൊക്കെ ആയിട്ട്. പക്ഷെ തിരൂർ ഈ ഭാഗത്തൊക്കെ ഇതേമാതിരി മലയും കുന്നും കാടൊന്നും കാണാൻ കിട്ടൂല കേട്ടോ. ഏതെങ്കിലും റോട്ടിൽ കൂടെ പോയി ലാസ്റ്റത്തെ ഏതെങ്കിലും വല്ല ബീച്ചിലേക്കാരം കേട്ടോ. തിരൂർ ഭാഗത്ത് കുറേ ബീച്ചുണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ ഇതേമാതിരി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ആ സ്ഥലത്തൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ചോറ് തിന്നാൻ വേണ്ടി ഹോട്ടലിൽ കയറിയത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പ്ലേറ്റ് ആയിട്ട് വന്ന കാക്ക തിരിച്ചു പോയിട്ടാണ്, കാരണം ലാലു ചോറ് വേണ്ട അറിഞ്ഞു. എന്നിട്ട് എൻ്റെ ചോറിന് ഞാൻ ലാലുവിന് കൊടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞാനാ പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പോയിന്ന് എവിടേക്കാ വെച്ചാൽ കൊടിക്കുത്തിമലയ്ക്ക് കഴിഞ്ഞിട്ടാ. ആ വീഡിയോ ഒക്കെ ഞാൻ ഇടണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൊടിക്കുത്തിമലയിലൊക്കെ പോയി കറക്കമൊക്കെ കഴിഞ്ഞ് തിരൂർക്ക് എത്തിയപ്പോൾ ഒരു 6:30-7 മണി ആ ഒരു ടൈം കേട്ടോ. ഇരുട്ടായി തുടങ്ങി, നമ്മളെ മഗ്‌രിബിനൊക്കെ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമേന്ന് കേട്ടോ. അങ്ങനെ തിരൂരെത്തി. പിന്നെ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട് ഞാൻ ചെരുപ്പ് ഒട്ടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലാലു കുറേ ആയിക്കോട്ടെ ചെരുപ്പ് എടുത്ത് തരാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും എടുക്കാനുള്ളൊരു ഇത് ഒത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, സാഹചര്യം ഒത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ അതേമാതിരി ബാങ്ക് പോകുമ്പോൾ എടുക്കണം എന്നായിരുന്നു. അപ്പോൾ ധൃതി പിടിച്ച് പോവേക്കാരം കേട്ടോ. അപ്പോൾ എങ്ങനെയും എത്തി കിട്ടിയാൽ മതി വെച്ചിട്ട് പായല്ലേക്കാരം. അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ആവും. കല്യാണം കഴിഞ്ഞവരായെങ്കിൽ, അതായത് കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാവും കേട്ടോ. കാരണം നമ്മൾ 5 മിനിറ്റേലും നമ്മളെ പേരേക്ക് നേരത്തെ എത്തിയെങ്കിൽ വെച്ചിട്ട് പായേക്കാരം നമ്മൾ. അവിടുന്ന് ഇങ്ങോട്ട് പോരാനൊക്കെ ഭയങ്കര മടി കേട്ടോ. ഇപ്പം പിന്നെ ലാലു ഉണ്ടായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും മടിയൊക്കെ തന്നെയാണ്. അവരവരുടെ പെരയിൽ നിന്ന് പോകുമ്പോൾ ആർക്കായാലും മടി ഉണ്ടാവൂലേ. അത് കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാവുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. ചെരുപ്പ് ഞാൻ ആദ്യം കാണിച്ചു തന്നീനില്ലേ, ആ ഒരു ചെരുപ്പ് എടുത്തിട്ടാണ്. പിന്നെ എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിനല്ല ആ ചെരുപ്പ് ഞാൻ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇട്ട് നോക്കണൊക്കെ വെറുതെയാണ്. ചെരുപ്പുകൾക്കൊന്നും ഇന്നെ പറ്റണില്ല, പറ്റുന്ന ചെരുപ്പുകൾക്ക് എനിക്കും പറ്റില്ല. അതെന്താ സംഭവിച്ചാൽ വലിപ്പം കൊണ്ടെത്താ വാറോട് ലൂസ് ആയിക്കാരം കേട്ടോ, വാറോണ്ടെത്താ വലിപ്പം കൊണ്ട് ലൂസ് ആയിക്കാരം. അങ്ങനെ ഒക്കെ കൂടിയിട്ടൊരു കഥയായിക്കാരം. എനിക്ക് ചെരുപ്പ് ഇട്ടാൻ പണിയാട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ വാറ് ലൂസ് ആയിക്കാരം, അതിൻ്റെ കാല് തടിയില്ലാത്ത കാരണം. ഇപ്പോൾ വാറ് ടൈറ്റ് ആണെങ്കിൽ ചെരുപ്പ് വലുതായിക്കാരം. അങ്ങനെ ഈ ചെരുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ലെതറും ആണ്, പിന്നെ കല്ലിൻ്റെ ചെരുപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവിടെ വെച്ച്, കാരണം കുറച്ച് ദിവസമൊക്കെ ഇടാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിലും ഡ്രസ്സ് എടുക്കണമെങ്കാട്ടും ബുദ്ധിമുട്ടായിട്ട് ഈ ചെരുപ്പ് എടുക്കണ കാര്യം. കാരണം ചെരുപ്പ് ഞാനും ഭയങ്കര യുദ്ധമായിക്കാരം, വലിപ്പം കൊണ്ട് വെക്കുമ്പോൾ വാറോണ്ട് ലൂസ് അങ്ങനെയൊക്കെ ആയിട്ടൊരു കഥയായിക്കാരം. അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം ചെന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ രണ്ടാമത് കാണിച്ചത് ചെരുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. ആ ചെരുപ്പ് വേഗം ചെയ്തിട്ട് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാ ചെരുപ്പുകളും അടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നും വലിപ്പം പാകമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇട്ട് നോക്കുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ പിന്നെ ഷവർമ്മയൊക്കെ ഞങ്ങൾ വേങ്ങിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പുഴേൻ്റെ അക്കത്ത് പോയിരുന്ന് തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുഴേൻ്റെ അക്കത്തിരുന്ന് തിന്നുമ്പോഴാട്ടോ ആ ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അവിടെ ഒരു ചക്ക ഇതേമാതിരി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചൂണ്ടലിട്ടിട്ട് മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനെ കാണിച്ചു തരുന്നു തൊട്ട് ഞങ്ങൾക്ക്. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കിന്ന് ഷവർമ്മയൊക്കെ തിന്നിട്ട് പിന്നെ ഞങ്ങൾ പെരയൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.